ഹായ് ഫ്രണ്ട്സ്, അഗ്രോവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു 3 ഓർഗാനിക് പ്രോഡക്റ്റാണ്. അതിൽ 2 പെസ്റ്റിസൈഡ്, ഒരു ഫംഗിസൈഡാണ് വന്നിരിക്കുന്നത്. ഓർഗാനിക് ആയിട്ട്, പ്യൂർലി ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പെസ്റ്റിസൈഡുകളിൽ കൂടുതലും സക്കിൻ പെസ്റ്റുകൾക്കെതിരെയുള്ള റിസൾട്ട് കിട്ടുന്ന കോമ്പിനേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ഗാർലെക്സും ഒന്ന് ആക്ടിൻ പ്ലസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. ഈ ഗാർലെക്സിനകത്ത് വരുന്നത് വെളുത്തുള്ളിയുടെ സത്താണ്. നമുക്ക് വെളുത്തുള്ളി സത്തെന്ന് പറയാം. നല്ല രീതിയിൽ, അതായത് റോ ആയിട്ടുള്ള വെളുത്തുള്ളി നല്ലപോലെ അതിൽ നിന്ന് എക്സ്ട്രാക്റ്റ് എടുക്കുന്നതാണ്. നല്ല ക്വാളിറ്റിയാണ്. നമ്മളത് ഓപ്പൺ ചെയ്ത് നമ്മൾ നല്ലപോലെ ഒന്ന് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ വരെ കയറിപ്പോകുന്ന ഒരു എഫക്റ്റാണ് അതിന്. അതുപോലെ നല്ലൊരു വെളുത്തുള്ളിയുടെ സ്മെല്ലും ആ എരിച്ചിലും പുകച്ചിലൊക്കെ നമുക്ക് അറിയാൻ കഴിയും. വെളുത്തുള്ളി നമ്മൾ പച്ചയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. അതുപോലെ നല്ല വെളുത്തുള്ളിയുടെ ഒരു എഫക്റ്റ് നൽകുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഗാർലെക്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ സക്കിൻ പെസ്റ്റുകൾക്കായിട്ട് രണ്ടാമത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. ഈ ആക്ടിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീം കാർട്ടണൽ എക്സ്ട്രാക്റ്റ് എന്ന് പറയും. അതായത് നീമിൻ്റെ വേപ്പിൻ്റെ സത്താണ്. ശരിക്കും വേപ്പിൻ്റെ സത്തുകൾ പലരും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഏലകൃഷിക്ക്. വേനൽക്കാലങ്ങളിൽ സക്കിൻ പെസ്റ്റുകൾക്കെതിരെ, ഊരൻ പോലുള്ള ജീവികൾക്കെതിരെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഈ നീമിൻ്റെ എക്സ്ട്രാക്റ്റ് വരുന്നത്. പല പേരുകൾ, നമുക്ക് നിംബിസിലിൻ എന്നൊക്കെ പറയുന്ന പേരിൽ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതാണ്. അസാഡറൈസിൻ എന്ന് പറയുന്ന കെമിക്കലാണ് ഇതിനകത്ത് വരുന്നത്. അത് നല്ല റിസൾട്ടുള്ളതാണ്. വേനൽക്കാലങ്ങളാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നത് മീലി ബഗ് പോലുള്ള ജീവികൾക്കെതിരെയും ഈ ഊരൻ, അതേപോലെ നമുക്ക് എന്താ പറയുക, നമ്മുടെ പയറുകളിലൊക്കെ വരുന്ന മുഞ്ഞ എന്ന് പറയുന്ന ജീവികൾക്കൊക്കെ എതിരെ നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് നൽകുന്ന ഒരു കോമ്പിനേഷനാണ് ഈ വേപ്പെണ്ണ സത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുക പൈനെക്സ് പ്ലസ് എന്ന് പറയുന്നൊരു സാധനമാണ്. പൈനെക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൈനെക്സ് ഒരു ബയോ ഫംഗിസൈഡാണ്. പൈൻ മരത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു എക്സ്ട്രാക്റ്റാണ് ഈ പൈനെക്സിൽ വരുന്നത്, ആ കണ്ടൻറ്റ്. അപ്പോൾ ഈ പൈനെക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റൂട്ട് ഡെവലപ്മെൻറ്റ്സിന് നല്ല ഇതാണ്. ശരിക്കും പൈനെക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളൊരു കർപ്പൂരം കോടാലി തൈലവും കൂടെ മിക്സ് ചെയ്ത്, നമ്മൾ തലവേദനയ്ക്ക് ഉപയോഗിക്കുന്ന കോടാലി തൈലവും കൂടെ മിക്സ് ചെയ്താൽ എങ്ങനെ സ്മെല്ലുണ്ടാകും, ആ രീതിയിലുള്ളൊരു സ്മെല്ലാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ ഈ 3 ഐറ്റംസാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിരുന്നത്. നമ്മളിത് ഓർഗാനിക് മധുര എന്ന് പറയുന്നൊരു കമ്പനിയിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തിരുന്നത്. അവർ നമുക്കിത് അയച്ചു തരുമായിരുന്നു. ശരിക്കും നമ്മളിത് മേടിച്ച് നമ്മളിതൊന്ന് സാമ്പിൾ ടെസ്റ്റിന് പലരും നമ്മുടെ ഇവിടെ ഈ ഉടുമ്പൻചോറ സൈഡുകളിൽ, ചതുരംഗപ്പാറ, മഞ്ഞിറങ്ങുന്ന മേഖലകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞു, പല ഫീൽഡുകളിലും ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഓർത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പം നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ടെസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയാം. നമുക്ക് ആ ഒരു ചെടി നമ്മൾ ടെസ്റ്റ് ചെയ്ത ചെടിയുടെ ഒരു വീഡിയോ കൂടെ നമുക്ക് ശരിക്കും നമ്മളത് ചെടിയൊന്ന് അടിച്ച് ചെടിയിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചെടിയുടെ വേരിലുള്ള മീലി ബഗ്, നെമറ്റോഡ്, വേരുപുഴുവൊക്കെ മാറിയ പോലെ നമുക്ക് ഫീൽ ചെയ്ത്. കാരണം ചെടിക്ക് നല്ല പച്ച കളറ്, ഇലയെല്ലാം നല്ല വിരിവോടുകൂടി വരുന്നു, നല്ല റൂട്ട് ഡെവലപ്മെൻറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ പൈനെക്സിൻ്റെ പ്രത്യേകത ശരിക്കും ബയോ ഫംഗിസൈഡാണ്. ഈ പൈനെക്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മിത്ര ബാക്ടീരിയകൾ ഒഴിച്ച് ബാക്കി എന്ത് സാധനങ്ങളിലൂടെ നമുക്ക് ഉപയോഗിക്കാം. മിത്ര ബാക്ടീരിയകളോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിത്ര ബാക്ടീരിയകൾ നശിച്ചു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് ബയോ ഫംഗിസൈഡാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചെടിക്ക് നല്ല ഗ്രീനിഷ് കളർ വന്നത്, നല്ല റൂട്ട് ഡെവലപ്മെൻറ്റ്സും വന്നത്. പ്ലസ് ഇതിൻ്റെ കൂടെ നമ്മൾ ഗാർലിക്സ്, അതായത് വെളുത്തുള്ളിയുടെ സത്തും വേപ്പെണ്ണയുടെ സത്തും കൂടെ കൂട്ടി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വേലിലുണ്ടാകുന്ന മീലിബഗ്, നെമറ്റോഡ് പോലുള്ള ജീവികളുടെ ആക്രമണം കുറയുകയും തന്മൂലം ചെടി നല്ല രീതിയിൽ ഡെവലപ്പ് ആയതാണെന്നാണ് നമ്മളൊരു വിശ്വാസം. എന്തായാലും നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നമ്മളിതിൻ്റെ കൂടെ പല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ ഫോളിയർ ഗൈഡ്, MKP വളങ്ങളുടെ കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കി, നല്ല റിസൾട്ടായിരുന്നു. അതേപോലെ ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാരാഡ ബഡ് മില്ലർ എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി ചെടിയുടെ വീഡിയോ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ ചെടിയുടെ ഇലയുടെ ഒരു കളറും ഷൈനിങ്ങും, ആ ഇലയുടെ ഒരു നല്ലൊരു വിരിവുമൊക്കെ കാണുമ്പോൾ ഒക്കെ അറിയാൻ പറ്റും നമുക്ക് അത്യാവശ്യം റിസൾട്ട്. എന്തായാലും നല്ല പ്രോഡക്റ്റാണ്. ശരിക്കും പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഈ മുഞ്ഞ പോലുള്ള രോഗങ്ങളെ, പച്ചക്കറി ചെടികളെ ആക്രമിക്കുന്ന പലതരം പെസ്റ്റുകൾക്കെതിരെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഗാർലിക്സും ആക്ടിൻ പ്ലസും. അതേപോലെ ഈ പൈനെക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് ഏലത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണ്. എന്തായാലും നമുക്ക് ഈ ആക്ടിൻ പ്ലസ് ഏലത്തിന് അധികം സജസ്റ്റ് ചെയ്യാതെ, കാരണം നമുക്ക് വേനൽക്കാലങ്ങളിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. കായ്പിടുത്തമുള്ള സമയങ്ങളിൽ വേപ്പിൻ്റെ സത്ത് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പക്ഷേ കായ്പിടുത്തത്തിന് ചെറിയ അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേനൽക്കാലങ്ങളിൽ ഊരൻ പോലുള്ള ജീവികളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ നമുക്ക് ആക്ടിൻ പ്ലസ് പോലുള്ള പ്രോഡക്റ്റ്
മോണോക്രോട്ടോഫോസ് പോലുള്ള മരുന്നുകളിലൂടെ കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഊരനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഈ ഗാർലിക്സും നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഈ സക്കിങ് പെസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ വെളുത്തുള്ളിയുടെ ഒരു വീര്യം നമുക്കറിയാമല്ലോ. നമ്മൾ വെളുത്തുള്ളി കട്ട് ചെയ്ത് നമ്മുടെ മുറിവുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വെന്ത് പോകുന്ന ഒരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് നമുക്ക്. അത്രയും പവർഫുള്ളാണ് വെളുത്തുള്ളി. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള കൂടെ. നമുക്ക് ഓൾറെഡി നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളത് ചെയ്തതിൽ. അപ്പം ആ ചെയ്ത ചെടിയുടെ വീഡിയോ നമ്മളിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് കണ്ടു നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും അതിൻ്റെ ഒരു റിസൾട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉപയോഗിച്ച ചെടിയുടെ റിസൾട്ട് ഇതാണ്. നമുക്ക് നെമ്മറ്റോടൊക്കെ അടിച്ച് അത്യാവശ്യം നിന്നൊരു കല്ലുംകൂട്ടത്തിൽ നിൽക്കുന്ന ഒരു കണിപ്പറമ്പൻ ചെടിയാണ്. അത്യാവശ്യം ചെടി നല്ല ഗ്രീനിഷ് കളറിലോട്ടും അതേപോലെ നല്ല വലിയ ലീഫുകൾ ഉണ്ടാകാനും തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലായ കാര്യം, നെമറ്റോഡ്, മീലിബഗ്, വേരുപുഴു പോലുള്ള വേരിനെ ആക്രമിക്കുന്ന ജീവികൾക്കെതിരെ നല്ലൊരു കൺട്രോൾ ഈ ബയോ പ്രൊഡക്റ്റിന് കിട്ടിയിട്ടുണ്ട് എന്നാണ്. നമുക്കതിൻ്റെ കൂമ്പുകളൊക്കെ നല്ല നീട്ടത്തിൽ വരുന്നതും ഇല നല്ല കുമ്പിൾ കുത്തി വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഈ കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ ഇതിൽ ആഡ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർ മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല പ്രോഡക്റ്റാണ്. എനിക്കിവിടെ നല്ല റിസൾട്ട് കിട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ റിസൾട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തായാലും കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നല്ലൊരു പ്രോഡക്റ്റാണ്. വെളുത്തുള്ളിയുടെ സത്തും വേപ്പെണ്ണയുടെ സത്തും പൈനിൻ്റെ സത്തും എന്ന് പറഞ്ഞാൽ ഇലച്ചെടിക്കോ മറ്റ് സസ്യങ്ങൾക്കോ ഒന്നും ദോഷം ഉണ്ടാകുന്ന കണ്ടൻറ്റുകളല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു.